ലാ കൊറോണ സ്പെയിനിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നഗ്നമായ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും വലിയൊരു പ്രതിമയൊക്കെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ അത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷൂ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന്. വേറെ ഒന്നുമല്ല, ബ്ലാക്ക് ഷൂ ആണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ബ്ലാക്ക് ഷൂ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വേദന വരുന്നുണ്ട്. കാലിൻ്റെ ചെറുവിരൽ 2 വിരലും പിന്നെ ഇങ്ങനെ പൊട്ടാറായിട്ട് നിൽക്കുന്നത്, ഇങ്ങനെ ചുമപ്പ് കളറായിട്ട്. അപ്പം ഞാനൊന്നൊരു ഷൂ മേടിക്കാമെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയത്. സൺഡേ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് കടകളും ക്ലോസ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കര രസം തോന്നിയിട്ട്, ഒരു ബാമ്പൂല് ചെയ്തിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തോ ഒരു രസം തോന്നി കേട്ടോ. അപ്പം ഞാനവിടെ RKSലെത്തിയിട്ട്, RKS അവിടെ നിന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. കാരണം അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുട്ടിക്ക് എന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റിയിട്ടോ. കാരണം അവൾ കുറേ കളക്ഷനൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം എനിക്ക് പറ്റിയിട്ടോ. കാരണം എനിക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നൊരു ഷൂ വേണം. 8 മാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളതാണ്. പരമാവധി ഞാൻ ഈ ഒരു ഷൂവും കൊണ്ട് പരമാവധി 8 മാസം തേക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ അവൾ ബോക്സിലേക്ക് ആക്കി തന്നു. ബോക്സിലേക്ക് ആക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ജസ്റ്റ് വെറുതെ ഒരു കവറിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ബോക്സ് മാറ്റിയിട്ട് ഒരു കവറിലാക്കി കേട്ടോ. പിന്നെ ഞാൻ ഏത് നാട്ടിൽ പോയാലും എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും ഞാൻ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പെട്ടെന്ന് കൂട്ടാവും കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് അങ്ങ് അറ്റാച്ച്മെൻ്റ് ആയിപ്പോൾ. അങ്ങനെ 55 യൂറോയാണ് കേട്ടോ. വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നാട്ടിലെ പൈസ ആലോചിക്കുമ്പോൾ നമുക്കത് വാങ്ങിക്കാനേ തോന്നില്ല. പക്ഷെ വാങ്ങിക്കില്ല, വേറെ വഴിയില്ലല്ലോ. നാട്ടിലെ പൈസയും ഇവിടുത്തെ പൈസയും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്താൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സ്ഥലത്ത് പോയിട്ട് ഒന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ തന്നെ. പക്ഷേ തണുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ഐസ്ക്രീം ഇട്ടിട്ടുള്ളൊരു കളിയില്ല കേട്ടോ. ഏത് തണുപ്പുള്ള രാജ്യങ്ങളിൽ പോലും അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഐസ്ക്രീമിനാണ്. പക്ഷെ ഞാൻ ഈ ഐസ്ക്രീം വെച്ചിട്ട് എനിക്ക് പിന്നെ ഒരിക്കലും അങ്ങനെ വല്ലാതെ തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അതെന്താ ഇതിൻ്റെ സീക്രട്ടൊന്നും അറിയില്ല. അറിയുന്നുള്ളൊരു കമൻറ്റായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ, അങ്ങനെ ഒറ്റയ്ക്കായിട്ടിരുന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അതങ്ങ് ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാട്ടോ ആ സ്ത്രീയുടെ, നഗ്നമായ സ്ത്രീയുടെ താഴെ ഒരു അമ്മച്ചി ഇരിക്കുന്നത്.